ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് 1.5 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇതാണ് ബ്രിസ്ബെയിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടെ അങ്ങ് ദൂരെ കാണുന്നതാണ് സിറ്റി. ഡിപ്പാർച്ചറിലേക്ക് നമുക്ക് പോവാം. തുറക്കണത്. അപ്പം ഗായ്സ്, ഇതാണ് നമ്മുടെ ബ്രിസ്ബെയിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമുക്ക് പോയി ചെക്ക് ഇൻ പരിപാടികൾ ചെയ്യാം. ഗൈസ്, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ചെക്കിൻ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ചെക്കിൻ ഓപ്പൺസ് അറ്റ് 11:20 ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഏകദേശം 1 മണിക്കൂർ സമയമുണ്ട്. നമുക്ക് അത്രയും നേരം ഇതുവഴിയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാം. നമുക്ക് സമയം ഇഷ്ടം പോലുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ആകെപ്പാടെ ഗേറ്റിന് മുന്നേ ഉള്ളൊരു കടയാണ്. ഇവിടെ കയറി നമുക്ക് സാധനങ്ങളൊക്കെ ചുമ്മാ നോക്കാം. ക്രയോൺസിന് 12 രൂപ. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം അവിടെ കാണുന്ന ഒരു സ്ക്രീനിൽ പോയിട്ട് നമ്മൾ തന്നെത്താനെ നമ്മൾ ഈ ബോർഡിംഗ് പാസ് നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം നേരെ അത് പ്രിൻറ്റ് ചെയ്യാതെ ക്യൂവിൻ്റെ അറ്റത്ത് എത്തിയപ്പോഴാണ് അവർ പറയുന്നത് നമ്മൾ തന്നെത്താനെ പോയി ഈ സാധനങ്ങളെല്ലാം പ്രിൻറ്റ് ചെയ്ത് ബാഗിൻ്റെ ടാഗും പ്രിൻറ്റ് ചെയ്തിട്ട് എടുക്കണമെന്ന്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ആ കിയോസ്കിൽ പോയി ഇതെല്ലാം പ്രിൻറ്റ് ചെയ്ത് വീണ്ടും ഇവിടെ വന്ന് ക്യൂവിൻ്റെ ആദ്യം തൊട്ട് നിൽക്കുകയാണ്. ഗായ്സ്, ഇവിടെ ബാഗേജ് ഡ്രോപ്പൊക്കെ നമ്മൾ തന്നെത്താനെയാണ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാഫൊന്നുമല്ല, നമ്മൾ തന്നെത്താനെ ആ സാധനം എടുത്ത് ടാഗ് ഒട്ടിച്ച് നമ്മൾ തന്നെത്താനെ എന്നിട്ട് ബോർഡിംഗ് പാസ് കൊണ്ട് ആ കിയോസ്കിൽ പോയി സ്കാൻ ചെയ്ത് പെട്ടി കയറ്റി വിടുവാണ്. ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും വേണമെങ്കിൽ, പക്ഷെങ്കിൽ എല്ലാം നമ്മൾ തന്നെത്താനെയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ബാഗൊക്കെ വെയിറ്റ് ചെയ്തു. 40 കിലോ കൊണ്ടുപോകാൻ പറ്റുന്നിടത്ത് നമ്മൾ 19 കിലോ ആണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. നമ്മൾ ഡിപ്പാർച്ചറിലേക്ക് പോവുകയാണ്. ബാഗ് അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നുകൊണ്ട് കൊച്ചിയിലാണോ എത്തുന്നത്? കൊച്ചിയിലെത്താമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൊച്ചിയിലെത്തേണ്ടതാണ്. ബാക്കി സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് നമുക്ക് പോകാം. ഗൈസ്, ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഭയങ്കര ഈസിയാണ്. നമ്മൾ നാട്ടിലെ പോലെയല്ല, എല്ലാം ചട്ടപ്പട്ടേന്ന് തീരും. നമ്മൾ മിക്കവാറും എല്ലാം പാസ്പോർട്ട് കൊണ്ട് വെച്ച് തന്നെ പരിപാടിയല്ല തീർത്ത്. ഇനി നമ്മൾ നമ്മുടെ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് നടന്ന് നമുക്ക് എല്ലാം കാണാം. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. സോ ഗായ്സ്, നമ്മളങ്ങനെ മേടിക്കേണ്ട സാധനമൊക്കെ മേടിച്ചു. ഇനി നമ്മൾ ഗേറ്റ് നോക്കി നടക്കുവാണ്. നമ്മുടെ ഗേറ്റ് വരൂ. ബോർഡിംഗ് പാസിലുണ്ട്, പിന്നെ അതെടുത്ത് നോക്കാൻ വയ്യാത്തതുകൊണ്ട്. ഗേറ്റ് 82 അല്ലല്ലോ, നമ്മുടെ സെന്തി 86. ഗേറ്റ് 86 ഗായ്സ് നമ്മുടെ ഗേറ്റ്. നമ്മുടെ ഗേറ്റ് അവിടെയാണ്. പിന്നെ നമുക്ക് ഗേറ്റിൽ പോയിരിക്കാം. ഇനിയുണ്ട് 3 മണിക്കൂർ, ലോഡ്സ് ഓഫ് ടൈം. അവിടെ പോയി നമുക്ക് കുത്തിരിക്കാം. നമ്മുടെ കൊച്ചി എയർപോർട്ടൊക്കെ വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ ഇതൊന്നുമില്ല. ഇതൊരു തുക്കട എയർപോർട്ടാണ് ഗൈസ്. കണ്ടോ, തുക്കട എയർപോർട്ട്. ചേച്ചിയൊക്കെ നമ്മളൊക്കെ ചിരിച്ച് കാണിച്ചിട്ട് പോകുന്നു. ചേച്ചി വിചാരിച്ചാണ് നമ്മൾ വലിയ വ്ളോഗറാണ്. ഈ എയർലൈൻ ലോഞ്ചസിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നോക്കിയാലോ, നമുക്ക് പോയി നോക്കാം ഗൈസ്. എയർലൈൻ ലോഞ്ച് ഫ്രീ ആണോ അല്ല. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് നല്ല ഇടം നടക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ്. നമ്മുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും വെരിഫൈ ആയിട്ട് നമ്മളെ അകത്തോട്ട് കയറ്റി വിടും. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ വന്ന് റെഡിയായി കിടന്നിട്ട് കുറേ നേരമായി. നമ്മൾ എയർ ബ്രിഡ്ജിൽ കൂടെ ഇനി നേരെ ഫ്ലൈറ്റിലേക്ക്. അങ്ങ് ദൂരെ ബ്രിസ്ബെയിൻ നഗരം. ഇതാണ് സിംഗപ്പൂർ എയർലൈൻസ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സീറ്റ്. 53K വിൻഡോ സീറ്റാണ്. ഗൈസ്, നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിലെത്തി. ഇവിടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ഫ്ലൈറ്റ് കണ്ടില്ല. അപ്പോൾ ഞാൻ പോയി ചോദിച്ചപ്പം അത് 10 മിനിറ്റോടെ എടുക്കും കാണിക്കാനെന്നാണ് പറയുന്നത്.
അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നവരെ നമുക്കിവിടെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഗേറ്റൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. ഇത് മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി എയർപോർട്ടാണ്. തന്നെയല്ല ഇവിടെ ലാൻഡ് ചെയ്യുന്നതൊക്കെ ഒരു 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 കാണാനുള്ള കാഴ്ചയായിരുന്നു. സിംഗപ്പൂർ സിറ്റി കിടിലം ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, മേടിൽ നിന്ന് കണ്ടിട്ട്. അതാണല്ലോ ഗേറ്റ് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി എയർപോർട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നു. ഇത് ഗേറ്റ് A21 ട്രാൻസ്ഫർ കൗണ്ടർ AB. പിന്നെ A21 ട്രാൻസ്ഫർ കൗണ്ടർ AB തപ്പിപ്പോവാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ സാധനം ഉള്ളപ്പോൾ നമ്മൾ അതിനപ്പുറത്തോട്ട് നടക്കണേ. ഇതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ കണ്ട നമ്മൾ നൈട്രോ സെറ്റ് പോലെ നടക്കാം. ബാക്കിയുള്ളവർ നടക്കുന്നതിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഓവർടേക്ക് ചെയ്യാം. ഗൈസ് നമുക്ക് 1 മണിക്കൂർ എക്സ്ട്രാ കറങ്ങാനായിട്ട് ഇട്ടേക്കാണ്. അപ്പം ഇതൊരു 1.5 എയർപോർട്ടാണ്. ഇത് ഇതിൻ്റെ സ്ട്രക്ചർ എല്ലാം കൊണ്ടാണെങ്കിലും, ഇതിൻ്റെ അപ്പുറത്തോടെ ട്രെയിൻ ഓടുന്നതുകൊണ്ടാണെങ്കിലും, എല്ലാം കൊണ്ട് പിന്നെ കടകളാണെങ്കിലും കീടിലെ എയർപോർട്ട്. ഇനിയും നമുക്കൊരു അരമണിക്കൂർ ഇവിടെ എല്ലാം നടന്ന് കണ്ട് തിരിച്ച് ഒരു 9:15 ആകുമ്പോഴത്തേനും നമുക്ക് ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ബോഡി ചെയ്യാം. ഗൈസ് നമ്മൾ സൈക്കിൾ ചവിട്ടി മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർജ് ചെയ്യാനില്ല, എന്തോ ഒരു ഇറുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ സാധനം ഫുള്ളായിട്ട് നമ്മൾ യൂസ് എത്തുമ്പോൾ ഫോൺ ചാർജ് ചെയ്യാം. എയർപോർട്ടിൻ്റെ അകത്ത് വേണ്ട കാർഡാണ് ഗൈസ്. ഇത് ഒറിജിനൽ ചെടികളാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ പ്ലാസ്റ്റിക് ആണോ എന്ന് അറിഞ്ഞൂടാ. ഒറിജിനൽ ചെടിയാണ് ഗൈസ്. എയർപോർട്ടിൽ തന്നെ വേണ്ട കാർഡ് പിടിപ്പിച്ച് വെച്ചായിരുന്നു. എന്തൊക്കെ സംവിധാനങ്ങൾ. ഇനി അങ്ങോട്ടുണ്ട് ഇഷ്ടം പോലെ ഗേറ്റ്സ് ഉണ്ട്. പക്ഷേങ്കിൽ C1 തൊട്ട് D49 വരെ ഉണ്ട്. F60 വരെ ഉണ്ട് ഗേറ്റുകൾ. പക്ഷേങ്കിൽ അവിടെ വരെ ഒന്നും പോകാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. എന്തുകൊണ്ട് ഇതൊരു നല്ല ആശയമാണ്. നമ്മൾ തന്നെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് ഫോൺ ചാർജ് ചെയ്യുന്നു. അത് നമുക്ക് വർക്കായില്ല, എന്നാലും അത് നമ്മൾ തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ചാർജ് ചെയ്യുന്ന അടിപൊളി. നമുക്ക് തിരിച്ച് നമ്മുടെ ഗേറ്റിലേക്ക് പോകാം. ഗൈസ് മേളോട്ട് വേണ്ട ഉള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഇവിടെ, സാധനങ്ങളല്ല ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ സംഭവങ്ങളുടെ ലിസ്റ്റൊക്കെ ഉണ്ട്. ബട്ടർഫ്ലൈ ഗാർഡൻ, ഫ്രീ മൂവി, പ്രയർ റൂം. പക്ഷേ നമുക്കിപ്പം പോകാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാം. അവിടെ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫ്ലൈറ്റ് നമ്മൾ പിടിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് A21 എത്താനായിട്ട് 20 മിനിറ്റ് നടക്കാനുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് നമ്മൾ 8:50 ആയിട്ടുണ്ട്. സോ നമുക്ക് തിരിച്ച് പോകാം. ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഫ്ലൈറ്റ്. ഇത് മറ്റേതിനെ അപേക്ഷിച്ച് വളരെ കൊച്ചു ഫ്ലൈറ്റാണ്. പിന്നെ നമുക്ക് കൊച്ചി എത്താം.